ഹലോ, നമുക്ക് ദേ ഇന്ന് നല്ല വറ്റമീനാണ് കേട്ടോ കറിക്ക് കിട്ടിയേക്കണത്. അപ്പം ഞാനും ഈഗും കൂടിയാണ് കേട്ടോ ഇന്ന് കറി വെക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പം ഞങ്ങളിത് ക്യാമറയുടെ മുമ്പിൽ കിടന്നിട്ട് കുറേ കോപ്രായം കാണിക്കണ്ടേ. പക്ഷേ നമുക്കിന്ന് നമ്മുടെ ബാഡ് ലക്ക് കാരണം വോയിസ് ഒന്നും കിട്ടിയില്ല. എന്തോ വീഡിയോ എടുത്തപ്പോൾ വോയിസ് ഒന്നും റെക്കോർഡായില്ല. അപ്പോൾ അതേ നമുക്ക് 4 വറ്റമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3, 4, 5 കഷ്ണമാക്കി മുറിക്കാൻ പറ്റിയ സൈസ് ഉണ്ട്. അപ്പം ഞാൻ ദേ നന്നായിട്ട് വെട്ടിത്തേച്ച് കഴുകിയെടുത്ത് നന്നായിട്ട് നുറുക്കി നമ്മുടെ മീനെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾക്കിന്ന് രാവിലെ ഭക്ഷണത്തിന് പരിപ്പ് കറിയും ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കണത്. അപ്പോൾ അത് ഇവിടെ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിക്കൊരു മഴയുണ്ടായിരുന്നു. അതിന് ശേഷം ഇങ്ങനെ താറി നിൽക്കണമായിരുന്നു മഴ. പിന്നെ നമ്മുടെ കടപ്പുറ ഏരിയ ആയതുകൊണ്ടിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ പടിഞ്ഞാറേ സൈഡ് കടലാണ്. ഇതിൻ്റെ അപ്പുറം ഈ പറമ്പിൻ്റെ അപ്പുറം കടലാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് ഞാൻ എണ്ണ ചൂടാക്കി സവോളയും ഇഞ്ചിയും വേപ്പിലയും മാത്രം എടുത്തിട്ടുള്ളേ. പച്ചമുളക് കാലിയായി ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാൻ മടിയായി. അതുകൊണ്ടിട്ട് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ കറി വെക്കണേ. അപ്പം ഞാൻ സവോള വാടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ നമ്മൾ തിളപ്പിക്കാൻ നേരത്തെ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പച്ചമണം മാറണവരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ നന്നായിട്ട് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് ഞാൻ വേപ്പിലയും 3 കഷ്ണം പുളിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 3 കഷ്ണം പുളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണുണ്ടേ. അപ്പം നമ്മുടെ ചാറ് തിളച്ച് വരട്ടെ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് നമ്മുടെ നുറുക്കി വെച്ചേക്കണ ഓരോ മീൻ കഷ്ണം എടുത്ത് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നൊരു 4-5 കഷ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെ ആരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് സഹായിക്കണേ കേട്ടോ. ഈ കൊച്ചി സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ തിളപ്പിക്കുള്ളേ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റായിട്ട് ഈ കറി. ഇത് ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റത്തെ ദിവസം എടുത്ത് കൂട്ടുമ്പോഴത്തേനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.